ഹായ്, ഞാൻ ഗിരി തൃശ്ശൂർ. ഒരു വിഷയം എടുത്ത് ഇന്ന് ഞാൻ വീണ്ടും വന്നു. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ കുട്ടികളുടെ സ്കൂൾ തുറക്കാറായി അല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ മഴ പെയ്ത് വലിയ പുലിവാലൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ മറ്റന്നാൾ തുറക്കും. അപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മക്കളെ സ്വീകരിക്കാൻ നിങ്ങളുടെ സ്കൂളുകളിൽ പ്രിൻസിപ്പാളും ടീച്ചർമാരും പിന്നെ കുറേ ടൂറിസ്റ്റ് സെൻ്ററൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ നിങ്ങളുടെ മക്കളെ സ്വീകരിക്കാൻ ഇത് മാത്രമല്ലാതെ വേറെ ഒരു കാറ്റഗറി ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്, ഒരു വിഭാഗം ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. ആരാണെന്നല്ലേ? ലഹരി മാഫിയ. ശ്രദ്ധിക്കാം. അവർ ഓരോ സ്കൂളിൻ്റെ ഏതൊക്കെ ഭാഗത്ത് തമ്പടിക്കാം, ഏതൊക്കെ കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്, ആ കുട്ടികളിൽ കൂടി ആരൊക്കെ നമ്മളെ ഈ ഗ്യാങ്ങിലേക്ക് ചേർത്താൻ പറ്റും എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ടാർഗറ്റ് കൂട്ടാൻ വേണ്ടിയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മക്കൾ ഈ ലഹരി മാഫിയയുടെ കയ്യിൽ പെടാതിരിക്കട്ടെ. നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ എവിടെയൊക്കെ പോകുന്നു, ആരൊക്കെയാണ് സുഹൃത്തുക്കളും, ആ സുഹൃത്തുക്കളുമായി ഇവിടെ എത്ര സമയം ഇടപഴകുന്നു എന്നൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മക്കളും ഈ ലഹരി മാഫിയയുടെ കയ്യിൽ പെടാതിരിക്കും അല്ലേ? അവരുടെ പ്രായം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ആ പ്രായം കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്, നിങ്ങളും ആ പ്രായം കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ആ പ്രായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്താണ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അതേ ഏറ്റവും കൂടുതൽ ചെയ്യുള്ളൂ അല്ലേ? ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും കൂടുതൽ ചെയ്യുള്ളൂ. ഇതാ പ്രായത്തിൻ്റെ. അപ്പോൾ അവർ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ പാരൻസ് ഓരോ നിമിഷം അവർ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ അവരെ പിന്നാലെ നിന്ന് കൺട്രോൾ ചെയ്താൽ നിങ്ങളുടെ മക്കളും ലഹരി മാഫിയയുടെ കയ്യിൽ പെടാതിരിക്കട്ടെ, നിങ്ങളുടെ മക്കളുടെ ജീവിതം തകരാതിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതം തകരാതിരിക്കട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ആരുടെയെങ്കിലൊക്കെ കുടുംബത്തിലേക്ക് ഉപകാരപ്പെടട്ടെ. ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ട് അവർ ശ്രദ്ധിക്കട്ടെ, അവരുടെ മക്കളെ ശ്രദ്ധിക്കാൻ ഇടവരട്ടെ. ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ അതിലേറെ സന്തോഷം. ഏതായാലും ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും സ്നേഹപൂർവ്വം ഗിരി തൃശ്ശൂർ.